യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, പ്രതീക്ഷയോടെയാണ്, സന്തോഷത്തോടെയാണ് ഓരോ ദിവസവും ദൈവവചനം നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയോടെ എത്തിക്കുന്നത്. ഓരോ വചനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചലനങ്ങളെ സൃഷ്ടിക്കും, ഓരോ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. മനസ്സിനകത്ത് ധൈര്യം നൽകുന്നത് ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇന്ന് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ മനസ്സിനകത്ത് നിരാശയുള്ള, വിഷമമുള്ള, സങ്കടമുള്ള സാഹചര്യങ്ങൾ കാണും. ഒട്ടും നിരാശയോ വിഷമോ ഒന്നും വേണ്ട, മനസ്സിടിഞ്ഞു പോകണ്ട. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. പലരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശയുണ്ട്, മനസ്സിടിഞ്ഞു പോയിട്ടുണ്ട് പലരുടെയും. വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന പ്രാർത്ഥന, നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ, നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ ദൈവത്തിൻ്റെ കരം നിങ്ങളെ ചേർത്ത് പിടിക്കും. ഒരു സ്ഥലത്തും തകർന്നു പോകില്ല, ഒരു സ്ഥലത്തും പരാജയപ്പെടുകയില്ല. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കാണും. ആ വിഷയത്തെ ദൈവം കാണുന്നുണ്ട്. ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ദൈവം എന്തു ചെയ്യും, എന്നാ ചെയ്യും, എങ്ങനെ അത് കൈകാര്യം ചെയ്യും, ആ വിഷയമുണ്ടല്ലോ, ആ ഒരു പ്രതിസന്ധിയുള്ളൊരു കാര്യമുണ്ടല്ലോ മുമ്പിൽ കാണുന്ന, അത് മഞ്ഞുപോലെ ഉരുകും. അവിടെ ദൈവപ്രവൃത്തി സംഭവിക്കും. ആ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. ഈ വചനത്തെ കേൾക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഏലിയ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഏലിയ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. 30-ാമത്തെ വാക്യം. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. ഏലിയ ജനങ്ങളോട് പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ ചെതറി നിൽക്കാതെ അടുത്തോട്ട് വാ. പ്രാർത്ഥിക്കുമ്പോൾ അടുത്തോട്ട് വരണം. ഈ ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനങ്ങൾ അനേകർ വിവിധ രാജ്യങ്ങളിലിരുന്ന് അടുത്തു വന്ന് കേൾക്കാൻ ഇടയാകട്ടെ. അടുത്തോട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും ചെന്നു. അത് കേൾക്കാൻ പ്രാർത്ഥനയുടെ സമയത്ത് നോക്കാം, ആരും മാറിപ്പോയില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്ക് വിശ്വാസമില്ല, പിന്നെ അയാൾ വിളിച്ച ഉടനെ ഞാനെന്തിന് ചെല്ലണം, ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. അപ്പോൾ അവിടെ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു, പക്ഷേ തകർന്നു കിടന്നു. എന്താ നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്നത്? ചിലരുടെ ആത്മീയ ജീവിതം തകർന്നാണ് കിടക്കുന്നത്. ചിലരുടെ ദൈവത്തോടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം തകർന്ന് തരിപ്പണമായി. ചിലരുടെ സാമ്പത്തികം തകർന്നാണ് കിടക്കുന്നത്. ചിലരുടെ ഭാവി തകർന്നാണ് കിടക്കുന്നത്. ചിലരുടെ ബന്ധങ്ങൾ തകർന്നാണ് കിടക്കുന്നത്. ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, സൗഹൃദങ്ങൾ, ഇഷ്ടങ്ങൾ, പ്രതീക്ഷയോടെ കൊണ്ടു നടന്നത്, മനസ്സിൽ സൂക്ഷിച്ചത് എല്ലാം തകർന്നു കിടക്കുന്നു. തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നന്നാക്കി. അപ്പോൾ ഏതു തകർന്നതിനെയും നന്നാക്കാൻ പറ്റും. ഏതു തകർന്നതിനെയും നന്നാക്കാൻ പറ്റും. തകർന്ന് എപ്പോഴാണ് നന്നായേ? ഇത് ഏലിയായ്ക്ക് തന്നെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? അല്ല, എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ഇവിടെ നിന്ന് കുറ്റം പറഞ്ഞ് വിമർശിച്ച് കളിയാക്കി പരിഹസിച്ച് നിന്ന ഒരു തകർന്നതിനെയും പുനരുദ്ധരിക്കാൻ പറ്റത്തില്ല. അടുത്തു വരണം. ഞാനിത് പറയുന്നത് കുടുംബമായി ഒരുമിച്ച് വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, അടുത്തു വരണം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്താ തകർന്നത്? ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അടുത്തോട്ട് വരുമ്പോൾ
തകർന്നതിനെ, ഏതു തകർന്നതിൻ്റെയും കേട് നന്നാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ദൈവം അതിനുള്ളൊരു വഴി തുറക്കും. 31 വാക്യം, നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്ത് ആ കല്ലുകൊണ്ട് അവൻ കർത്താവിന് ബലിപീഠം നിർമ്മിച്ചു, പ്രാർത്ഥിച്ചു. അതിന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ വേണം. ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. ചുമ്മാ എന്തേലും കാട്ടിക്കൂട്ടിയാൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. അതിനുള്ള അന്തരീക്ഷത്തെ, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം, അതിനുള്ളൊരു ആത്മീയ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കണം. എന്നിട്ട് ഏലി എന്ത് ചെയ്തു? 36 വാക്യം, ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. നോക്കി, ദഹനബലിയുടെ സമയമായപ്പോൾ. പ്രിയപ്പെട്ടവർ, നിങ്ങളും അല്ല 5:30 സമയം, അല്ല 6 മണി സമയം, നിങ്ങൾ ആ സമയമാകുമ്പോൾ ആ പ്രാർത്ഥനയുടെ, ആ വചനം കേൾക്കാനുള്ള, അല്ലെങ്കിൽ ആ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ചുമ്മാ വന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമല്ല. ആദ്യം കേടുപോക്കി അടുത്തേക്ക് വിളിച്ചു, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവപ്രവർത്തിക്കൊരു അന്തരീക്ഷം ഉണ്ടാക്കി വീണ്ടും പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 38 വാക്യം, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഉടനെ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഉടനെ അവിടെ ഒരു അത്ഭുതം നടന്നു. 10 വർഷം കഴിഞ്ഞെന്നാണോ? കുറേ നാൾ കഴിഞ്ഞ് ഒരു അത്ഭുതം നടന്നു എന്നല്ല. ഉടനെ. എങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ? എന്തേലും പ്രാർത്ഥിച്ച ഉടനെയല്ല, എങ്ങനെയേലും പ്രാർത്ഥിച്ച ഉടനെയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഉടനെയല്ല, ആരെയും കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതല്ല. അതൊരു പ്രാർത്ഥന തന്നെയാണ്. അത് ഒത്തിരി കണ്ടുപഠിക്കാനുണ്ട്. ഏലിയ എല്ലാവരും അടുത്തേക്ക് വിളിച്ചു, ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും ചെന്നു. ആ ബലിപീഠം നന്നാക്കി അതിൻ്റെ തകർന്നു കിടന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്നിട്ട് അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മനസ്സോടെ അവിടെ ഒരു ദൈവാരാധന ഉയർന്നപ്പം, ഒരു പ്രാർത്ഥന ഉയർന്നപ്പം ഉടനെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവർ, എന്തിനാണ് ഇത് പ്രസംഗിച്ചത്? നിങ്ങളും വചനം കേൾക്കുമ്പോൾ അവിടെ ഇവിടെയൊന്നും, അവിടെ ഒരാൾ അവിടെ ഇരുന്നു, ഒരാൾ ഇവിടെ ഇരുന്നു അല്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ ഉടനെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉടനെ. അവിടെ ആ ഒരു വാക്കുണ്ട് വേദപുസ്തകത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ബൈബിളിൽ, ഉടനെ, വേഗത്തിൽ അത്ഭുതങ്ങളെ സംഭവിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും സംഭവിക്കും. നമ്മുടെ മുമ്പിൽ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ ഉടനെ അത്ഭുതങ്ങൾ സംഭവിക്കും, ദൈവപ്രവർത്തികൾ സംഭവിക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കാനുള്ള എല്ലാ വിഷയങ്ങളെ ഓർത്തേ, ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കട്ടെ. ഈ ആലയത്തിൽ ഇന്നുവരെ വന്ന് പ്രാർത്ഥിച്ചവരെ, നിയോഗം എഴുതിയിട്ടവരെ, കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ, നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, വചനം എഴുതി വയ്ക്കുന്നവർ, അത് ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് ആ വചനത്തെ എത്തിക്കുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉടനെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ, ഉടനെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തികൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു, ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയാനൊരു സാക്ഷ്യമുണ്ടാകും. ദൈവം ഇടപെടും, ദൈവം സഹായിക്കും, ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ അനുഭവിക്കും, ദൈവം നിങ്ങളോട് കരുണ കാണിക്കും, ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വർഷം തീരാൻ പോവുകയാണ്. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ വർഷം ദൈവത്തിൻ്റെ വചനം കേട്ടത്. ഒരു കുടുംബമായി വന്ന് നമുക്ക് നന്ദി പറയണം. 5:30 തന്നെ ഒരുമിച്ച് കൂടി നമുക്കൊരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എല്ലാവരോടും പറയണം, നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല എങ്കിലും നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. സഭാവ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ ഒറ്റ വീട്ടിലെ അംഗങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന അനേകർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്.
അനുഗ്രഹം എന്നൊരു കുടുംബമാണ്, ഡെയിലി ബ്ലെസ്സിങ് എന്നൊരു ഫാമിലിയാണ്. അപ്പോൾ സാധ്യമായ എല്ലാവരോടും പറയുക, ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. 1-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ 1-ാം തീയതിയിലെ ഡെയിലി ബ്ലെസ്സിങ് ഒരിക്കലും മറക്കുക. നമുക്ക് എല്ലാവർക്കും അത് കാണണം. സാധ്യമെങ്കിൽ 5:30 തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നന്ദി പറയാനും, അതോടൊപ്പം 1-ാം തീയതിയിലെ പ്രാർത്ഥന, ഒരു വർഷത്തേക്ക് വേണ്ട അനുഗ്രഹം ദൈവത്തോട് ചോദിക്കാനും നമുക്ക് ഒരുമിച്ച് കൂടണം. ജനുവരി മാസം 5-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി. അതിന് നിങ്ങളെ വിശദ വിവരങ്ങൾ 1-ാം തീയതിക്ക് ശേഷം അറിയിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുവാണ്. അതൊരു അനുഗ്രഹമായി മാറും. പിള്ളേരുടെ പരീക്ഷയൊക്കെ വരുവാണ്. പ്രാർത്ഥിക്കുന്നു. ഈശോ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിലുണ്ടായിരിക്കട്ടെ. ഈ കഴിഞ്ഞ വർഷം ദൈവം നൽകിയ സകല നന്മകൾക്ക്, ശുശ്രൂഷകൾക്ക്, പ്രാർത്ഥനകൾക്ക്, കൂട്ടായ്മയ്ക്ക്, ബന്ധങ്ങൾക്ക് നന്ദി പറയുന്നു. ദോഷം വരാതെ ഞങ്ങളെ പരിപാലിച്ചതിന്, ഞങ്ങളെ കരുതിയതിന്, ഞങ്ങളെ സ്നേഹിച്ചതിന്, കൊണ്ടു നടന്നതിന്, ഞങ്ങൾക്ക് ആരോഗ്യം നൽകിയതിന്, ശുശ്രൂഷ നൽകിയതിന് എല്ലാം നന്ദി പറയുന്നു. ശുശ്രൂഷയെ ഓർത്ത്, ഈ ആലയത്തെ ഓർത്ത്, ശുശ്രൂഷകരെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമ്പത്തും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. ഒന്നിനും ഒരു കുറവുണ്ടാകാത്ത വിധം ദൈവം നിങ്ങളെ നടത്തട്ടെ. ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. കർത്താവ് എല്ലാവിധ രോഗപീഠകളും ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്രപ്രയോ, അസൂയാലുക്കൾ, ഏഷണി പറയുന്നവർ, അങ്ങനെയുള്ള സകല അസ്വസ്ഥതകളിൽ നിന്നും തിന്മയുടെ സ്വാധീനം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരു അനർത്ഥവും വരാതെ ഞങ്ങളെ പരിപാലിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഈ വചനം ഒത്തിരി അനുഗ്രഹമാണ്. ഉടനെ ഒരു അത്ഭുതം നടക്കുമെന്ന്, എങ്ങനെയാണ് നടന്നതെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം. അനേകർ ഈ വചനം അറിയാൻ ഇടവരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 തന്നെ, എപ്പോഴെങ്കിലും അല്ല, ആ സമയത്ത് തന്നെ പറ്റുന്നവർ, ഒക്കുന്നവർ ഒരുമിച്ച് വന്ന് ഈ വചനങ്ങളെ കേൾക്കാം. നാളെയും കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.